ഇപ്പോൾ ഇറാനും അമേരിക്കയും തമ്മിൽ നടക്കുന്ന യുദ്ധത്തിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് പോയിന്റുകളുണ്ട്. ഈ പോയിന്റുകൾ കേന്ദ്രീകരിച്ചാണ് ഈ രണ്ട് രാഷ്ട്രങ്ങളും ഇപ്പോൾ യുദ്ധത്തെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തേത്, അമേരിക്കയും ഇസ്രയേലും മുന്നോട്ട് വെച്ച അവരെ ഈ യുദ്ധത്തിലേക്ക് എത്തിച്ച പ്രധാനപ്പെട്ട ഘടകം ഇറാന്റെ കയ്യിലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയമാണ്. ഈ യുറേനിയം ഏത് സമയത്തും ഇറാന്റെ മിസൈലുകളിൽ വാർഹെഡുകളായി വന്നു കഴിഞ്ഞാൽ അത് ഇസ്രയേലിന് ഭീഷണിയാണ്, അമേരിക്കയ്ക്ക് ഭീഷണിയാണ് എന്നാണ് അമേരിക്കയും ഇസ്രയേലും ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ എൻറിച്ച്ഡ് യുറേനിയം ഇപ്പോൾ അമേരിക്കക്ക് കൈമാറണം എന്ന് അവർ ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഈ എൻറിച്ച്ഡ് യുറേനിയം, സമ്പുഷ്ടീകരിച്ച യുറേനിയം അമേരിക്കക്കോ അല്ലെങ്കിൽ അമേരിക്ക നിർദ്ദേശിക്കുന്ന മറ്റൊരു മൂന്നാം കക്ഷിക്കോ ഇത് കൈമാറണമെന്നാണ് അമേരിക്കയും ഇസ്രയേലും പറയുന്നത്. അതേസമയം ഇത് കൈമാറാത്ത കാലത്തോളം അമേരിക്കയും ഇസ്രയേലും ഈ യുദ്ധത്തിൽ അവരുടെ ലക്ഷ്യം നേടിയിട്ടില്ല. കാരണം ഇത്രയും പെട്ടെന്ന് യുദ്ധത്തിലേക്ക് കടന്നു വരാൻ കാരണം ഈ യുറേനിയം ഇറാന്റെ ആണവായുധങ്ങളായി മാറും, പിന്നീട് ഇറാനെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നവർക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ്. എന്നാൽ അമേരിക്കയും ഇസ്രയേലും തുടങ്ങി വെച്ച ഈ യുദ്ധത്തെ ഇറാൻ വലിയൊരു മുതൽക്കൂട്ടാക്കി മാറ്റാനുള്ള ശ്രമം നടത്തുകയാണ്. അല്പമൊക്കെ ത്യാഗങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിലും വലിയ ഒരു ഭാവിയിൽ ഇറാന് വലിയൊരു മുതൽക്കൂട്ടാക്കാനാണ് ഇറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇറാന്റെ നേതാവ് മുഹമ്മദ് റദ ആരിഫ് പറഞ്ഞിരിക്കുന്നത്. ഇദാറത്തു മളീഖ് ഹോർമുസ് ഹിയ ബിയദി ഇറാൻ. ഹോർമുസ് കടലിടുക്ക് അത് ഇറാന്റെ കയ്യിലാണ്. ഇമ്മ സയുഅതൂനന ഹഖന അലാ തൗവിലത്തിൽ മുഫാവദാത്ത്. ഒരുപക്ഷെ അത് ചർച്ചയിലൂടെ ഞങ്ങളുടെ അവകാശം അവർ അത് ഞങ്ങൾക്ക് തരും. ഔസന ഖുദുഹു ഫിൽ മൈദാൻ, അല്ലെങ്കിൽ ഞങ്ങൾ യുദ്ധത്തിലൂടെ അതിന്റെ അവകാശം പിടിച്ചു വാങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇറാൻ ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷമാണ് ഇത്തരം ഒരു പദ്ധതി അവരുടെ മുന്നിലേക്ക് വരുന്നത്. അതായത് യുദ്ധത്തിന് മുമ്പ് ഹോർമുസ് കടലിടുക്കിലൂടെ പ്രത്യേകമായ ടോൾ പിരിവുകളോ അല്ലെങ്കിൽ ഇറാന്റെ കയ്യിൽ പ്രത്യേകമായ നിയന്ത്രണങ്ങളോ ഇല്ലാതെ അന്താരാഷ്ട്ര ഒരു കടൽ സംവിധാനം പോലെയാണ് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ യുദ്ധം ആരംഭിച്ചതോടുകൂടെ ഇതിന്റെ അവകാശം അവർ ആവശ്യപ്പെടുന്നു. മാത്രമല്ല അവിടെ അവർക്ക് സുരക്ഷ ഏർപ്പെടുത്താൻ ആവശ്യമായ ചുങ്കം പിരിക്കാൻ, ടോൾ പിരിക്കാനുള്ള അവസരവും കൂടെ അവർ ആവശ്യപ്പെടുകയാണ്. അത് ഞങ്ങൾ യുദ്ധത്തിലൂടെ അതിന്റെ അവകാശം പിടിച്ചു വാങ്ങുമെന്നാണ് പറഞ്ഞത്. ഇവിടെ പറഞ്ഞത് രണ്ടാലൊരു രീതിയാണ്. ഒരുപക്ഷെ ഞങ്ങൾ ചർച്ചയിലൂടെ അത് ഞങ്ങൾക്ക് വകവെച്ച് തരണം, അതല്ല എങ്കിൽ യുദ്ധത്തിലൂടെ തിരിച്ചു വാങ്ങുമെന്നാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞത് സമാനമായ ഒരു പ്രസ്താവന തന്നെയാണ്. ട്രംപ് പറഞ്ഞത് ഇറാന്റെ കയ്യിലുള്ള എൻറിച്ച്ഡ് യുറേനിയം, അവർ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഒരുപക്ഷെ ചർച്ചയിലൂടെ ഞങ്ങൾക്ക് അവർ നൽകണം, അതല്ല എങ്കിൽ യുദ്ധത്തിൽ ഞങ്ങൾ അത് അവരിൽ നിന്ന് പിടിച്ചു വാങ്ങുമെന്നാണ്. എന്തായിരുന്നാലും ഇറാന്റെയും അതുപോലെ തന്നെ അമേരിക്കയുടെ മുന്നിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ നിലനിൽക്കുകയാണ്. ഒന്നാമത്തേത്, യുറേനിയം പിടിച്ചു വാങ്ങുക എന്നത്, അല്ലെങ്കിൽ ചർച്ചയിലൂടെ ആണെങ്കിലും വേണ്ടിയില്ല, ആ കാര്യം അവരുടെ കൈകളിലേക്ക് എത്തിക്കുക, ഇറാനിൽ നിന്നും അത് പുറത്തേക്ക് എത്തിക്കുക എന്നത് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ്. ഈ യുദ്ധം ആരംഭിച്ചത് തന്നെ, അല്ലെങ്കിൽ യുദ്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അത് തന്നെയാണ്. എന്നാൽ ഈ ഒരു ലക്ഷ്യം നേടാൻ അമേരിക്കക്കും ഇസ്രയേലിനും സാധിക്കാത്ത വിധം ഇറാനെ പ്രതിരോധിക്കാൻ സാധിച്ചാൽ ഇറാൻ ആ യുദ്ധത്തിൽ വിജയിച്ചു എന്ന് പറയാം. അതേസമയം ഈ യുദ്ധത്തിൽ അവരുടെ ഈ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ലക്ഷ്യങ്ങളെ തടഞ്ഞു നിർത്തുക, പ്രതിരോധിക്കുന്നതിൽ ഇറാൻ വിജയിച്ചു എന്നാൽ തന്നെ ഇറാന് വലിയ നേട്ടമാണ്. എന്നാൽ ഇവിടെ വലിയ പ്രധാനപ്പെട്ട ഒരു മുതൽക്കൂട്ട് ഈ യുദ്ധത്തിലൂടെ ഉണ്ടാക്കാൻ ഇറാൻ ശ്രമിക്കുന്നു. അതാണ് ഹോർമുസ് കടലിടുക്കിന്റെ അധികാരം. അതിനെക്കുറിച്ച് അവർ പറയുന്നത്, അവിടെയുള്ള സെക്യൂരിറ്റി, അവിടെയുള്ള കപ്പലുകൾക്കുള്ള സുരക്ഷ ഏർപ്പെടുത്തുക എന്ന ഉത്തരവാദിത്വം ഞങ്ങൾ അത് നിർവഹിക്കും. അതേ സമയത്ത് അതിനു വേണ്ട ചെലവ് അത് ഞങ്ങൾ ടോൾ എന്ന പേരിൽ പിരിച്ചെടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഒരു സംഭവം ഇറാന് ലഭിച്ചു കഴിഞ്ഞാൽ അത് ഇറാന് എന്നേക്കുമായിട്ടുള്ള വലിയൊരു നേട്ടമായിരിക്കുമെന്നതിൽ സംശയമില്ല. നിലവിലെ സാഹചര്യത്തിൽ ഇതിനൊരു ബദൽ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ വെച്ച് ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് റഷ്യ തന്നെ പറഞ്ഞിട്ടുള്ളത്, ഇറാൻ അവരുടെ ആണവായുധം പരീക്ഷിച്ചു കഴിഞ്ഞു, അവരുടെ ആണവായുധമാണ് ഹോർമുസ് കടലിടുക്ക്, അത് പൂർണ്ണ വിജയമാണ് എന്ന് റഷ്യ പറയുകയുണ്ടായി. എന്നാൽ അത്രയും പ്രധാനപ്പെട്ട ഈ കടൽ മേഖല അധീനതപ്പെടുത്തുക എന്നതാണ് ഇറാൻ പറയുന്നത്. കാരണം അതിന് ഇറാൻ മുന്നോട്ട് വെക്കുന്ന കാര്യം, ഈ കടലിന്റെ ഈ ഏരിയ ഏകദേശം 40 കിലോമീറ്റർ താഴെയാണ്, 40 കിലോമീറ്ററിൽ താഴെയാണ്. അത്രയുള്ള ഭാഗം തീർച്ചയായും അത് ഞങ്ങളുടെ
തീരപ്രദേശമാണ്, അത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് ആ ഭാഗത്തിന്റെ നിയന്ത്രണം അത് ഞങ്ങളുടേതായിരിക്കണം, അത് ഞങ്ങളുടെ അവകാശമാണ്. ആ അവകാശം ഞങ്ങൾ തിരിച്ചു പിടിക്കും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് മാന്യമായി സമാധാനത്തോടെ ഡിപ്ലോമാറ്റിക്കൽ ചർച്ചയിലൂടെ അത് നൽകണമെന്നാണ് ഇറാൻ പറയുന്നത്. എന്തായിരുന്നാലും ഈ യുദ്ധത്തിലൂടെ ഇങ്ങനെ ഒരു സംഭവം നേടിയെടുക്കാൻ സാധിച്ചാൽ അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു വിജയമാണ് എന്നതിലപ്പുറം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന് മുന്നിൽ നാണം കെട്ട ഒരു പരാജയമായി ഇതിന് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും എന്നതിൽ സംശയമില്ല.